ജനാധിപത്യ രീതിയിലുള്ള പെട്ടെന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾ തെരുവിലല്ലാതെ വേറെ എവിടെയാ നടത്തുക? ആ സമരങ്ങൾ തുടരും. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സമരം എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പൊതുവിൽ എല്ലാവരും കൂടി ആലോചിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ സർക്കാരിന്റെ സമരം ചെയ്യാനുള്ള പൊതുവിടങ്ങളോ മറ്റുള്ള സ്ഥലങ്ങളോ നാളിതുവരെ ഇല്ലാത്ത സമയത്ത് നമ്മളെങ്ങനെയാ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക? കോടതി എന്താ അറിയിച്ചത്? അല്ല, കോടതി വ്യക്തിപരമായിട്ടുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി വരേണ്ട കാര്യമില്ല, നമ്മുടെ അപ്പിയറൻസ് ഇനി വേണ്ട എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ അത് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഈ സമയത്ത് അത് സർക്കാർ കൂടി ആലോചിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് തരത്തിലാണ് സമരങ്ങൾ ചെയ്യേണ്ടതെന്ന് കൂടി ആലോചിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ അല്ല, അതൊക്കെ തുടർന്ന് നടക്കേണ്ട ചർച്ചകളാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകണം. അത് കോൺഗ്രസ് അക്കാര്യത്തിൽ ചർച്ച ചെയ്യും. ഗവൺമെന്റാണ് അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. കാരണം അത്തരത്തിൽ പൊതുവിടങ്ങൾ ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ പൊതുവിടങ്ങൾ സമരങ്ങൾ ചെയ്യാനുള്ള ഇടങ്ങൾ സർക്കാർ നിശ്ചയിച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടേതായ അഭിപ്രായം KPCCയും UDF ഒക്കെ പറയും. പക്ഷേ പൊതുവിടങ്ങളിലുള്ള സമരങ്ങൾ, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അത് പ്രകടിപ്പിക്കേണ്ടത് ഈ തെരുവുകളൊക്കെ തന്നെയാണ്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതിയുടെ ഉത്തരവുകൾ അത് പാലിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഞങ്ങൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും.